സാധാരണ നമ്മളൊക്കെയാണ് പ്രഭാഷണം ചെയ്യാറുള്ളത്. എന്നാൽ ശിശു ബ്രഹ്മർഷി പറയുന്നു, ഇവിടെ ഒരുപാട് പേര് ഒന്നിച്ചിങ്ങനെ പ്രഭാഷണം ചെയ്യുകയായിരുന്നു. ഏവം പ്രഭാഷണമാണാസു സ്ത്രീഷു യോഗേശ്വരോപരി. ആരാ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരാളല്ല. നമ്മൾ സാധാരണ ഒരാൾ പ്രഭാഷണം ചെയ്യണമെന്നല്ലേ കേൾക്കാറുള്ളൂ. നമ്മളൊക്കെ അങ്ങനെ പതിവുള്ളൂ, ഒരാളാണ് പ്രഭാഷണം ചെയ്യണത് കേൾക്കും. എന്നാൽ ഇവിടെ സ്ത്രീഷു പ്രഭാഷണമാണാസു എന്താ അർത്ഥം? അനേകം സ്ത്രീകൾ ഒന്നിച്ച് പ്രഭാഷണം ചെയ്യുകയായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സ്ത്രീഷു പ്രഭാഷമാണാസു എന്ന് പറഞ്ഞാൽ അനേകം സ്ത്രീകൾ ഒന്നിച്ച് ഒരേ സമയത്ത് പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പ്രഭാഷണം കേൾക്കാൻ പറ്റും. സാധാരണ നമ്മൾ ഒരാൾ മാത്രം ചെയ്യുന്ന പ്രഭാഷണമാണ് കേൾക്കാറുള്ളതെങ്കിൽ അനേകം സ്ത്രീകൾ ഒരേ സമയത്ത് പ്രഭാഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോയി കേൾക്കണമല്ലോ. അല്ല, പ്രഭാഷണത്തിൻ്റെ വിഷയം എന്താണെന്ന് അറിയണ്ടേ? ഈ സ്ത്രീകളെല്ലാവരും പ്രഭാഷണം ചെയ്യുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ പോയി കേൾക്കാം. അപ്പം എന്താണ് ഈ പ്രഭാഷണത്തിൻ്റെ പ്രത്യേകത? എല്ലാവരും പ്രഭാഷണം ചെയ്യുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചാണ്. എല്ലാവരും സ്ത്രീകളാണ്, ഒരേ സമയത്താണ് അവർ പ്രഭാഷണം ചെയ്യുന്നത് എങ്കിൽ അങ്ങനെ ഒരു പ്രഭാഷണം നമുക്ക് കേൾക്കണ്ടേ? ഏവം പ്രഭാഷമാണാസു സ്ത്രീഷു യോഗേശ്വരോ ഹരി ശത്രും ഹന്തും മനശ്ചക്രേ ഭഗവാൻ ഭരതർഷഭ. അപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് ശ്രീ ശിവബ്രഹ്മർഷി പിന്നീട് അങ്ങനെയുള്ള ഒരു വലിയ സമൂഹ പ്രഭാഷണമാണ് കേൾപ്പിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്കത് കേട്ടിട്ട് കൗതുകം തോന്നാറുണ്ടല്ലോ. നമ്മൾ ആലോചിക്കണം, എല്ലാവരെയും കൂടി ഒരേ സമയത്ത് പ്രഭാഷണം ചെയ്താൽ അത് വ്യക്തമാകുമോ, മനസ്സിലാകുമോ എന്നൊക്കെ നമുക്കിങ്ങനെ പല പല സംശയങ്ങളുണ്ട്. ഏതായാലും നമ്മളെല്ലാവരും കൂടി ഇനി എങ്ങോട്ട് പോവുകയാണ്? ഇത് നമ്മുടെ ലക്ഷ്യം ഇതാണ്. ഇങ്ങനെ ഒരു പ്രഭാഷണം ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടെ പോയി വരാം. അപ്പോൾ എവിടെയാണ് പ്രഭാഷണം? എന്തൊക്കെ മനസ്സിലായി? ഇപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലായത്? പ്രഭാഷണം ഉണ്ടെന്ന് മനസ്സിലായി, ഒരേ സമയത്താണെന്ന് മനസ്സിലായി, കുറേ സ്ത്രീകളാണെന്ന് മനസ്സിലായി, എല്ലാവരും പ്രഭാഷണം ചെയ്യുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചാണെന്ന് മനസ്സിലായി. എന്നാൽ പോവല്ലേ? ഇപ്പം എങ്ങടാ പോവല്ലേ? എവിടെയാ സ്ഥലം എന്നറിയണ്ടേ? സ്ഥലം എവിടെയാന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് പ്രഭാഷണം ചെയ്യുന്ന സ്ഥലം മധുരയാണ്. അപ്പം ഇത്രയും നേരം നമ്മൾ എവിടെയായിരുന്നു? ഉച്ചവരെ നമ്മൾ രാസലീല മുതലായ ഭഗവാന്റെ കഥകളൊക്കെ കേട്ടു. ആ രാസലീല വരെയുള്ള എല്ലാ കഥകളും നടക്കുന്നത് വൃന്ദാവനം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഉച്ചവരെ നമ്മൾ കഥ പറഞ്ഞ് എവിടെയായിരുന്നു? വൃന്ദാവനത്തിലായിരുന്നു. ഇനി നമ്മൾ ഈ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി എങ്ങോട്ട് പോവുകയാണ്? വൃന്ദാവനത്തിൽ നിന്ന് നമ്മളെല്ലാവരും കൂടി മധുരയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് മധുരയിലേക്ക് പോവാം. ആ മധുരയിലേക്ക് പോവാം. അതുകൊണ്ടും അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ എവിടെ എത്തിക്കഴിഞ്ഞു? ഇപ്പം നമ്മളെല്ലാവരും, നമുക്ക് പിന്നെ യാത്ര ചെയ്യാൻ വാഹനം വേണ്ട, സമയം വേണ്ട. വിചാരിക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മനസ്സിലുകൾ കയറിയിരുന്നാൽ എവിടെ വേണമെങ്കിലും നമുക്ക് എത്തിച്ചേരാം. അങ്ങനെ നമ്മളിപ്പോൾ എവിടെ എത്തി? മധുരയിലെത്തി. ഈ മധുരയിലാണ് ആര് താമസിക്കുന്നത്? കംസൻ താമസിക്കുന്നത്. കംസനെ ഭോജരാജാവ് എന്നാണ് പറയുക. ആ ഭോജരാജാവായ എന്തിനാ വന്നതെന്ന് പറഞ്ഞു പോകരുതേ. ഈ മധുരയിൽ എന്ത് നടക്കുന്നുണ്ട്? അതിഗംഭീരമായ ഒരു പ്രഭാഷണമുണ്ട്. നമ്മൾ അത് കേൾക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മധുരാപുരികൾ ആവുന്നേയുള്ളൂ. പ്രഭാഷണത്തിൻ്റെ സമയമൊക്കെ ആവുന്നേയുള്ളൂ. അവിടെ വഴിയിലൊക്കെ അതിൻ്റെ സമയം എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ ചുമരുകളിലും അതിൻ്റെ സമയം. ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണാറില്ലേ, ചുമരായ ചുമര് മുഴുവനും വഴിയിലൊക്കെ അങ്ങനെ എന്തെങ്കിലും പൊതുപരിപാടികളുണ്ടെങ്കിൽ അതിൻ്റെ പരസ്യങ്ങളൊക്കെ കാണാം. മധുരാപുരിയിൽ എല്ലാ ഭാഗത്തും അതിൻ്റെ സമയമൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സമയമുണ്ട്. ഏതായാലും നമ്മൾ ഈ മധുരയിൽ വന്നതുകൊണ്ട് നമുക്ക് മധുരയിലെ കാഴ്ചകളൊക്കെ കാണാം. എത്രയോ ഇതുവരെ നമ്മൾ വൃന്ദാവനത്തിലായിരുന്നു. ആ വൃന്ദാവനത്തിൽ അങ്ങനെ വലിയ കെട്ടിടങ്ങളൊന്നുമില്ല. അവിടെ കുറേ കാടുകളും കുറേ വൃക്ഷങ്ങളും ചെടികളും പക്ഷികളും മൃഗങ്ങളും ഒക്കെയുള്ള കാളിന്തി മുതലായ പുഴകളൊക്കെ ഉള്ള ഒരു പ്രദേശമായിരുന്നു ഏത്? വൃന്ദാവനം. എന്നിട്ടാണ് ഭഗവാൻ ആ വൃന്ദാവനത്തിൽ നിന്ന് ഇനി നേരെ മധുരാപുരിയിലേക്ക് ഭഗവാൻ താമസം മാറുകയാണ്. എന്തായിരുന്നു അതിന് കാരണം? ഭഗവാൻ എവിടെയൊക്കെ സ്ഥിരമായിട്ടിരിക്കാൻ എന്തോ ഇഷ്ടക്കേടുണ്ടെന്നാണ് എനിക്ക് ഭാഗവതം
ഭഗവാൻ അവതരിച്ചു. ഉടനെ അച്ഛനോട് പറഞ്ഞു, അച്ഛ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അവതരിച്ചിട്ടേ അപ്പം തന്നെ ഭഗവാൻ അച്ഛനോട് പറഞ്ഞു, എന്നെ ഇവിടുന്ന് എടുത്തിട്ട് അമ്പാടിയിൽ കൊണ്ടുപോകണം. അപ്പോൾ ഇത്തിരി നേരെ ഭഗവാൻ കാരാഗ്രഹത്തിൽ ഇരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നേരെ കിടന്നു ബൃഹദ്വനം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഭഗവാൻ പോയത്. ബൃഹദ്വനത്തിൽ ഭഗവാൻ എത്ര കാലം താമസിച്ചു. അവിടെ എന്തോ 2 മരങ്ങളൊക്കെ കടപഴകി വീണു എന്നൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. വിരൽ വലിച്ചു പോയ സമയത്ത് അത്രയും കാലം മാത്രമേ ഭഗവാൻ എവിടെ താമസിച്ചിട്ടുള്ളൂ? ബൃഹദ്വനത്തിൽ താമസിച്ചിട്ടുള്ളൂ. പിന്നീട് അവരെല്ലാവരും കൂടി തീരുമാനിച്ചു, ഇതിനേക്കാൾ നല്ല ഒരു സ്ഥലത്തേക്ക് നമുക്ക് താമസം മാറണം. അങ്ങനെ ബൃഹദ്വനത്തിൽ നിന്ന് അവരെല്ലാവരും കൂടി വൃന്ദാവനം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് താമസമാണ്. അങ്ങനെ വൃന്ദ എന്ന് പറഞ്ഞാൽ അവിടെ ചില പ്രത്യേക തരത്തിലുള്ള ചെടികളാണ്. നല്ല സുഗന്ധമുള്ള ഭഗവാന് പ്രിയപ്പെട്ട തുളസി മുതലായ ചെടികൾക്കാണ് വൃന്ദ എന്ന് പറയുന്നത്. അപ്പോൾ ധാരാളം ഇത്തരത്തിലുള്ള വൃന്ദകളുള്ള വൃന്ദാവനത്തിൽ അവർ എത്തിച്ചേർന്നു. വൃന്ദാവനത്തിൽ വെച്ചിട്ടാണ് ഭഗവാൻ എത്രയെത്രയോ ലീലകളാടിയത്. അങ്ങനെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീലയായിരുന്നു രാസലീല. ഈ രാസലീലൊക്കെ കഴിഞ്ഞ് പിന്നെയും ഭഗവാൻ വൃന്ദാവനത്തിൽ താമസിക്കുമ്പോഴാണ് അരിഷ്ടാസുരൻ അവിടെ വന്നു. ഭഗവാൻ അരിഷ്ടാസുരനെ നിഗ്രഹിച്ചു. ഒരു കാളയുടെ രൂപത്തിലാണ് അസുരൻ വന്നത്. പിന്നീട് അവിടെ ഒരു കുതിരയുടെ രൂപത്തിൽ കംസൻ ഒരു അസുരനെ പറഞ്ഞയച്ചു. കേശി എന്നാണ് ആ അസുരൻ്റെ പേര്. ഭഗവാൻ ആ കേശിയെ കണ്ട സമയത്ത് ഭഗവാൻ തൻ്റെ കയ്യ് കേശിയുടെ വായുടെ ഉള്ളിലേക്ക് ഇട്ടു. അങ്ങനെ ഭഗവാന്റെ കയ്യ് മാത്രം വലുതായി 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 ആ കുതിര ശ്വാസം മുട്ടി പല്ലൊക്കെ പൊളിഞ്ഞിട്ടാണ് അവിടെ മരിച്ചു വീണത്. അങ്ങനെ കേശി മരിച്ചു വീണപ്പോൾ ഭഗവാൻ കേശി എന്ന അസുരന് മോക്ഷം കൊടുത്തു. വരുന്നവർക്കൊക്കെ ഭഗവാൻ മോക്ഷം കൊടുക്കുകയാണ്. കേശിക്ക് മോക്ഷം കൊടുത്തപ്പോഴാണ് ഭഗവാന് കേശവൻ എന്നൊരു പേരുണ്ട്. അങ്ങനെ കേശവനായ ഭഗവാനെ പിന്നീട് നാരദ മഹർഷി വന്ന് കണ്ടു. നാരദ മഹർഷി വന്ന നോക്കിയ സമയത്ത് ഭഗവാൻ ഇരുന്ന് ഇങ്ങനെ കളിക്കുകയാണ്. പലതരത്തിലുള്ള കളികളാണ്. കളിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനോട് നാരദ മഹർഷി ചോദിച്ചു, ഇങ്ങനെ കളിച്ചു ഇരുന്നാൽ മതിയോ? ത്വം ആത്മാ സർവഭൂതാനാം ഏവോ ജ്യോതിരിവൈധസാം ഗൂഢോഹാശയ സാക്ഷി മഹാപുരുഷ ഈശ്വര. ആരാണ് ശ്രീകൃഷ്ണൻ എന്ന് നാരദ മഹർഷി അവിടെ വെച്ച് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു. ത്വം ആത്മാ സർവഭൂതാനാം ഏവോ ജ്യോതിഹി ഇവ ഈധസാം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിൽ ആത്മസ്വരൂപിയായിരിക്കുന്ന ആളാണ് ഈശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ. ഭഗവാൻ ഗുഹാശയനാണ്. ഗുഹാശയം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഹൃദയമാകുന്ന ഗുഹയിൽ ഈ ഭഗവാനാണ് സാക്ഷിയായിട്ട് താമസിക്കുന്നത്. ഈ സാക്ഷിഭാവം എന്ന് പറയുന്ന ഈ ഭാവത്തെ നമ്മൾ മറക്കാതിരിക്കണം. സാക്ഷിഭാവം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം കണ്ടുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞുകൊണ്ട് ഒന്നിനോടും പ്രത്യേകിച്ച് യാതൊരു പ്രതികരണമോ ചെയ്യാതെ കേവലമായി ഭഗവാൻ സാക്ഷിയായി നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സ്വതവേ ഈ സമയത്ത് മനസ്സിലാവാൻ ദേശം പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് ഊണൊക്കെ വല്ലാണ്ട് കഴിക്കും. എന്നാണെങ്കിൽ ഉച്ചയ്ക്ക് എനിക്ക് 2 പായസം കിട്ടി, വേണ്ടാന്ന് പറഞ്ഞിട്ടും ആരൊക്കെയോ വിളമ്പി, പിന്നെയും വിളമ്പി. അങ്ങനെ ആരോ പിറന്നാളാണെന്നൊക്കെ കേട്ടു. അപ്പോഴാണ് ഞാൻ ധരിച്ചത് പിറന്നാളാണല്ലേ, കുറേ വിഭവങ്ങൾ കഴിച്ച് പലർക്കും വയ്യാടിയായിട്ടുണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് ചിലപ്പോൾ കണ്ണിൻ്റെ മുകളിലൊക്കെ അടയും. അപ്പോഴാണ് തിരുമേനി ഇങ്ങനെ ഗൂഢനാണ്, ഗുഹാശയനാണ് എന്നൊക്കെ പറയുമ്പോൾ കണ്ണിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കാണുകയാണ് പോയി. ചിലപ്പോൾ ഉറപ്പൊക്കെ വന്നോന്ന് വരും. എന്താ പറയുന്നതൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ സ്വതവേ ഞാൻ ഈ വേദാന്തം ഏത് സമയത്ത് പറയാറില്ല. ഈ സമയത്ത് പറഞ്ഞാൽ അതങ്ങോട് അല്ലെങ്കിൽ പിന്നെ അതേ പറയേണ്ടിയിരുന്ന ഉച്ചയ്ക്ക് വല്ല കഞ്ഞി ഏറ്റവും മതി എന്ന് പറഞ്ഞാൽ പിന്നെ ഇത്ര വലിയ അതുണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ 2-3 പായസമൊക്കെ കഴിക്കുക, നല്ലോണം കൊണ്ട് കറക്റ്റാക്കിയാൽ പിന്നെ പാത്രമൊക്കെ വീടോടെങ്കിൽ വീട് മുറിച്ച് ഞാൻ ഇപ്പോൾ പാത്രമേ കഴിച്ചു. അപ്പോൾ വെറുതെ പറഞ്ഞതല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഒരു എന്താ പറയുക, ശരിക്കും ഭാഗവതമൊന്നും ആസ്വദിക്കാൻ പറ്റാത്ത ഒരു സമയമാണ്. അങ്ങനെ ഉണ്ട്. ഇപ്പോൾ സാധാരണ സ്കൂളിലൊക്കെ എങ്ങനെയാണ്, എപ്പോഴും ക്ലാസ്സിലിരിക്കാൻ കുട്ടികൾക്ക് പറ്റില്ല. ഒന്നാമത്തെ പീരീഡ് തരക്കളൊന്നുമില്ല, ഓൾജിബ്രയോ ട്രിഗണോമെട്രിയോ അതൊക്കെ പഠിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് വൈകുന്നേരം ലാസ്റ്റ് പീരീഡ് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ടീച്ചർ വന്നിട്ട് ഞാനിപ്പോൾ ക്ലാസ് എടുക്കട്ടെ,
അത് കുട്ടികൾ പറയും അൺസഹിക്കബിളാണ്, ഒരു കളിക്കാന്ന് വിചാരിച്ചു. അപ്പം ചോദിക്കും ആരെങ്കിലുമൊക്കെ ബിരുദന്മാരെ, ടീച്ചറെ കളിക്കാൻ പോകട്ടെ. അപ്പോൾ കണ്ടിട്ടൊരു നോട്ടുണ്ട്, പോഷണമൊന്നും തോന്നിട്ടില്ല, മുട്ടാണ്ടിരുന്നവണെ അസത്യതൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തി ക്ലാസ്സിലിരിക്കുമ്പോൾ ഈശ്വരാ ജനഗണമല്ല കേട്ടാമതിയായിരുന്നു എന്ന് തോന്നും ആ സമയത്ത്. അതുകൊണ്ട് കേട്ട് കഴിഞ്ഞാൽ എന്തൊരു ഓടുകയല്ലേ. ജയഹേ എന്ന് പറയുമ്പോൾ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ പകുതിയിൽ എത്തിയിട്ടാവും, അടുത്ത ജയഹേ എന്ന് പറയുമ്പോൾ ഗേറ്റിൻ്റെ അടുത്തെത്തിയിട്ടാവും, അടുത്ത ജയഹേ എന്ന് റോഡിൻ്റെ പോടുന്നതാവും. അത്ര വേഗത്തിലല്ലേ കുട്ടികൾ സ്കൂൾ വിട്ട് മാഞ്ഞു പോടുന്നുണ്ടാവും. അവർക്ക് എന്തൊരു പരമാനന്ദല്ലേ, ജയിലിൽ നിന്നൊക്കെ പുറത്തേക്ക് കിട്ടാൻ മതി. എല്ലാ സ്കൂളും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഈ എല്ലാ വിഷയങ്ങളും എന്ത് ചെയ്യാൻ വയ്യ, കാരണം മനസ്സിലാവല്ലേ. എന്താ മനസ്സിലാവേണ്ടത്? അതുപോലെ തന്നെയാണ് പറയുന്നത്, വിഷയമൊന്നും മാറിപ്പോയിട്ടില്ലേ, വ്യതിചലിച്ചിട്ടേ ഇല്ല. ദർ ഇസ് നോ ഡീവിയേഷൻ അറ്റ് ഓൾ. ഭഗവാൻ പറയുന്നു, അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, അങ്ങ് ശ്രീമദ് ഭാഗവതം കേൾക്കാൻ വേണ്ടി എവിടേക്ക് പോവുക? ഗംഗാനദിയുടെ തീരത്തേക്ക് പോകുമല്ലേ? അപ്പം ശ്രീ ശിവബ്രഹ്മർഷി അതെ സമയോചിതമായിട്ടേ എന്ത് പറയാറുള്ളൂ. പരീക്ഷിത് മഹാരാജാവൊക്കെ ശരിയാണ്, എങ്കിലും സമയോചിതമായിട്ടാണ് ശ്രീ ശിവബ്രഹ്മർഷിയും വേദാന്തം പറയണോ, ശാസ്ത്രം പറയണോ, ഭക്തിഭാവത്തെ പറ്റി പറയണോ, അല്ല ഒന്നാന്തരം തമാശകളൊക്കെ പറയുന്നുണ്ട് ആര്? ശ്രീ ശിവബ്രഹ്മർഷി. തമാശ പറയണോ, ഇതൊക്കെ ആ സമയം നോക്കിയിട്ടാണ് പറയണം. ഇപ്പം നാരദ മഹർഷി ഭഗവാനെ കണ്ടപ്പോൾ നാരദ മഹർഷി നല്ല തമാശ പറഞ്ഞു ആരോട്? ഭഗവാനോട്. ഭഗവാനെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്താ ഭഗവാൻ കളിക്കുന്നത്? ഈ കള്ളനും പോലീസും കളിക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഒരുവിധം ലോകത്തെ എല്ലാ കുട്ടികളും കളിക്കുന്ന ഒരു കളിയാണ് കള്ളനും പോലീസും കളിക്കുക. കുറേ കുട്ടികൾ കള്ളന്മാരാവാം, കുറേ കുട്ടികൾ പോലീസുകാരാവാം. പക്ഷേ ഈ കള്ളന്മാരാകുന്ന കുട്ടികൾ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്തിട്ട് അവിടെയും ഇവിടെയൊക്കെ അവർ കൊണ്ടുപോയിട്ട് മോഷ്ടിച്ച് അഭിനയിക്കുകയാണ്, കളിക്കുകയാണ്. ഇത്ര എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് എടുത്തു വയ്ക്കും. അപ്പോൾ പോലീസുകാരായ കുട്ടികളാണ് ഇതാരാണ് കട്ടുകൊണ്ടുപോയതെന്നൊക്കെ അന്വേഷിച്ച് പിടിച്ച് അവരിങ്ങനെ കളിക്കും. അതിനാണ് ഈ കള്ളനും പോലീസും കളിക്കാറ്. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ കളി കളിച്ചിട്ടുണ്ട്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാരദ മഹർഷി പറഞ്ഞു, കളിയൊക്കെ നല്ലതാണ് ഭഗവാനെ, പക്ഷേ അങ്ങ് ഭൂമിയിൽ വന്ന് അവതരിച്ചത് അവതീർണോ വിനാശായ സേതുവിനാം രക്ഷണായ ച, ധർമ്മസേതുക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഭൂമിയിൽ വന്ന് അവതരിച്ചത്. അതുകൊണ്ട് അങ്ങ് വെറുതെ അങ്ങനെ കളിച്ചിരുന്നാൽ പോരാ. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എന്താ നാരദ മഹർഷിയെ ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, വലിയ താമസിയാതെ അങ്ങ് എന്ത് ചെയ്യണം? അമ്മാവനെ കൊല്ലണം. ഞാനോ? ആ അമ്മാവൻ വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കംസനെ. കംസനല്ലേ ഇങ്ങോട്ട് ഒരുപാട് ആൾക്കാരെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് താമസിയാതെ അല്ലയോ ഭഗവാനെ അങ്ങ് കംസനെ കൊല്ലണം. എപ്പോഴാണ് കൊല്ലേണ്ടത്? നാരദ മഹർഷി. ഉടനെ നാരദ മഹർഷി കംസനെ കൊല്ലാനുള്ള സമയം, ആഴ്ച എല്ലാം കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുത്തു. ശ്രീകൃഷ്ണ ഭഗവാനും പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ സമയത്ത് തന്നെ കംസനെ കൊല്ലണം, ചാണുരനെ കൊല്ലണം, മുഷ്ടികനെ കൊല്ലണം, മല്ലന്മാരെ കൊല്ലണം. അങ്ങനെ കംസം ച നിഹതം രക്ഷി പരശ്വഹനി ദേവിഭോ. പരശ്വഹ പറഞ്ഞാൽ എന്താ അർത്ഥം? പരശ്വഹ പറഞ്ഞാൽ ഡേ ആഫ്റ്റർ ടുമാറോ എന്നർത്ഥം. അതായത് നാളെയല്ല മറ്റന്നാൾ. ഇപ്പം നാരദ മഹർഷി എന്താ പറഞ്ഞത്? നാളെയല്ല മറ്റന്നാൾ ആരെ കൊല്ലണം? ഹംസനെ കൊല്ലണം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ശംഖനെ കൊല്ലണം, യമനെ കൊല്ലണം, മുരനെ കൊല്ലണം, നരനെ കൊല്ലണം. പിന്നെ സ്വർഗത്തിൽ പോകണം, പാരിജാതം അപഹരിച്ചു കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് അനേകം സ്ത്രീകളെ വിവാഹം കഴിക്കണം, രുക്മിണിയെ കല്യാണം കഴിക്കണം, നിർജ്ജനം മോക്ഷം കൊടുക്കണം, ദ്വാരകയിൽ താമസിക്കണം. സ്യമന്തകത്തിൻ്റെ പേരിൽ അങ്ങനെ പലതരത്തിലുള്ള അപവാദങ്ങളൊക്കെ പിന്നീട് കേൾക്കാനുള്ള സാധ്യതകളുണ്ട്. മരിച്ചുപോയ ആ ഗുരുനാഥൻ്റെ പുത്രനെ കൊണ്ടുവരണം. അതുപോലെ അങ്ങയുടെ ജ്യേഷ്ഠന്മാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, അവരെയൊക്കെ കൊണ്ടുവരണം. പൗണ്ഡ്രകനെ വധിക്കണം, കാശിപുരി മുഴുവൻ ഒന്നായിട്ട് ദഹിപ്പിക്കണം, ദന്തഭക്തനെ അനുഗ്രഹിക്കണം. അതുപോലെ തന്നെ രാജസൂയ യജ്ഞം നടക്കണം. ആ രാജസൂയ യജ്ഞത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ശിശുപാലനെ അവിടുന്ന് നിഗ്രഹിക്കണം. ഇങ്ങനെ ഭാവിയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്യാൻ ഒന്നും നടന്നിട്ടില്ല. ഭാവിയിൽ വരാനിരിക്കുന്ന ഭഗവാന്റെ ഈ ലീലകളെല്ലാം തന്നെ നാരദ മഹർഷി തൻ്റെ ദിവ്യമായ ദൃഷ്ടി കൊണ്ട് കണ്ട് ഭഗവാനോട് പറഞ്ഞു, ഇതെല്ലാം അവിടുന്ന് ചെയ്യേണ്ട ലീലകളാണ്. യാനി ചാന്യാനി വീര്യാണി ദ്വാരകാമാവസൻ ഭവാൻ കർത്താ ദ്രക്ഷ്യാമി അഹം താനി ഗേയാനി കവിഭുവി. അങ്ങ് ഈ ലീലകളെല്ലാം ആടുമ്പോൾ എനിക്ക് ആ ലീലകളെല്ലാം കാണാൻ സാധിക്കും.
പിന്നീട് വരുന്ന എത്രയോ കവികൾ അങ്ങയുടെ ഈ കഥകളൊക്കെ പാടിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് ഭഗവാനെ നമസ്കരിച്ചു. അപ്പോഴാണ് ഭഗവാന് മനസ്സിലായത് ഇങ്ങനെ കളിച്ചിരുന്നാൽ പോരാ, ഇതിൽ ഗൗരവമുള്ള നിരവധി കാര്യങ്ങൾ ഇത് തന്നെ കൃഷ്ണാവതാരത്തിൽ ചെയ്യാനുണ്ട്. അങ്ങനെ ഭഗവാൻ അന്ന് കളിയൊക്കെ കഴിഞ്ഞു. അതെന്താ നാരദമഹർഷി പറഞ്ഞത്? നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ആരുടെ കഥ കഴിക്കണം? അവൻ്റെ കഥ കഴിക്കണം. ഇപ്പം അധികം ആലോചിച്ചിരിക്കാൻ നേരമില്ല. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അന്ന് ഭഗവാൻ തീരുമാനിച്ചു ഈ കളികളൊന്നും വേണ്ട, അമ്മയുടെ അടുത്ത് ഇരിക്കണ്ടേ. അമ്മയെ വലിയ ഇഷ്ടമാത്രേ ഭഗവാൻ. അങ്ങനെ യശോദയുടെ അടുത്ത് ഭഗവാൻ വന്നിരുന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാനിന്ന് എങ്കിലും പോണില്ല കേട്ടോ. അമ്മയ്ക്ക് വലിയ സന്തോഷമായി. സ്വതവേ അമ്മേറ്റ കൃഷ്ണൻ രാവിലെ ആയാൽ കളിക്കാൻ പോകും. പക്ഷെ അന്ന് അമ്മയുടെ അടുത്ത് തന്നെ ഭഗവാൻ ഇരുന്നു. യശോദയ്ക്കും വലിയ സന്തോഷമായി. അങ്ങനെ അമ്മക്കുട്ടനായി ഇരിക്കുക എന്നൊക്കെ പറയില്ല. അങ്ങനെ അമ്മക്കുട്ടനായി അമ്മയുടെ അടുത്ത് അടുക്കളയിൽ അവിടെ എങ്കിവിട്ടൊക്കെ പിന്നാലെ നടന്നു. എന്താ കാരണം എന്നല്ലേ? യശോദയുടെ കൂടെയുള്ള ഭഗവാന്റെ അവസാനത്തെ ദിവസമാണ്. ഇനി യശോദയുടെ കൂടെ ഭഗവാന് ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ഭഗവാൻ പറഞ്ഞില്ല കേട്ടോ. ഇത് ശ്രീമദ് ഭാഗവതം വായിച്ചാൽ പിന്നീട് യശോദയുടെ അടുത്തേക്ക് ഭഗവാൻ അങ്ങനെ വന്നതായിട്ടൊരു കഥ അങ്ങനെ കാണാനല്ലേ. അമ്മയോട് പറഞ്ഞാൽ അമ്മയ്ക്ക് വിഷമാവില്ലേ, ഗോപികമാരോടൊക്കെ പറഞ്ഞാൽ അവർക്ക് വിഷമാവില്ലേ എന്ന് വിചാരിച്ച് അറിഞ്ഞിട്ടും ഭഗവാൻ എന്ത് ചെയ്തില്ല, അത് പറഞ്ഞില്ല. അതെന്താ? നമുക്ക് അറിയണ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ പാടില്ല. നമ്മൾ വല്ലതൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് വിഷമം ഉണ്ടാക്കുന്ന വാർത്തയാണെങ്കിൽ മിണ്ടാതിരിക്കണം. അതുകൊണ്ട് ഭഗവാൻ എല്ലാം പറഞ്ഞിട്ടും മിണ്ടാതിരുന്നു. നേരെ ഏകദേശം വൈകുന്നേരം 4 മണിയായി. അപ്പോൾ യശോദ പറഞ്ഞു, ഞാനുണ്ണി പശുവിനെ കറക്കാൻ പോവുക, അമ്മയെ ഞാനും വരാം. അപ്പോഴേക്കും ഭഗവാൻ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ബലരാമനുണ്ട്. ബലരാമനും കൃഷ്ണനും വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വേഷവിധാനങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? നേരെ പാത്രം കയ്യിലെടുത്ത്, എന്തിനാ പാത്രം എടുത്തത്? എന്തിനാ പാത്രം എടുത്തത് ഞാൻ ചോദിച്ചു. എന്തിനായി പാത്രം എടുത്തത്? ആവല്ലേ, പശുവിനെ കറക്കുമ്പോൾ പാല് കിട്ടില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഈ ചിലപ്പോൾ ഞാനിങ്ങനെ ശ്രോതാക്കളെ നോക്കും, അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ചിലപ്പോൾ മനസ്സിലാവും നല്ലോണം ശ്രദ്ധിച്ചിരിക്കേണ്ട, ചിലപ്പോൾ മനസ്സിലാവും ഒന്നും ശ്രദ്ധിക്കണില്ല. ഒന്നും ശ്രദ്ധിക്കണില്ല എന്ന് കണ്ടാൽ പിന്നെ ഹരഹരോ ഹരഹര എന്ന് പറഞ്ഞ കഥകൾ പറഞ്ഞാണ് പോകും. അതെന്താ ശ്രദ്ധിച്ചിരിക്കുന്നത് എന്ന് കണ്ടാലും. അപ്പോൾ 2-3 തരത്തിലാണ് ഈ ഇന്നത്തെ പ്രഭാഷണം നമ്മൾ കേൾക്കാൻ പോകുന്നത്. അത് വന്നോ എന്തിനാകുമ്പോൾ നമ്മൾ മധുരയ്ക്ക് പോകുന്നത്, നമ്മുടെ വലിയൊരു പ്രഭാഷണം നടക്കുന്നത് കേൾക്കാൻ പോവുക. അപ്പോൾ ഏതായാലും ഭഗവാൻ എങ്ങനെയാണ് ആ മധുരയിൽ എത്തിയതെന്ന് കേട്ടോളൂ. അന്ന് വൈകുന്നേരം ഭഗവാൻ 2 പാത്രം കയ്യിലെടുത്തു. ഒന്ന് രാമജ്യേഷ്ഠൻ്റെ കയ്യിൽ കൊടുത്തു. അമ്മ ഇങ്ങനെ താഴെ ഇരുന്നിട്ട് ഇങ്ങനെ ആ പശുവിനെ അങ്ങനെ കറക്കുകയാണ്. ഒരു ശബ്ദം ഉണ്ടാവും, ആ ഇടത്തെ താഴെ പാത്രം വയ്ക്കും. എന്നിട്ട് അമ്മ അങ്ങനെ പശുവിനെ കറക്കുന്ന സമയത്ത് ഒരു പാട്ട് പാടും. അമ്മയെ തന്നെ നോക്കി നിന്നു ആര്? ഭഗവാൻ. എന്തൊരു ഭംഗിയാണ് അമ്മയെ കാണാൻ. പാവം അമ്മയ്ക്ക് അറിയില്ല എന്ത്, ഞാൻ ഒന്നും കൂടി ഇവിടെ ഇരിക്കുള്ളൂ, അമ്മയ്ക്ക് അറിയില്ല. ബലരാമൻ പറഞ്ഞു, എന്താ അർത്ഥം? ചുപ്പ് രഹോന്ന്. എന്താ അത് മിണ്ടാണ്ടിരിക്കാൻ? ആ ഭൈരതേ അതിനോട് ചില ഭഗവാൻ എന്തെങ്കിലും ഒന്ന് അമ്മയ്ക്ക് ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ, ഒരു സൂചന കിട്ടിയാലും മതി. അമ്പാടികളുടെ ഏതെങ്കിലും ഒരു ഗോപികമാർക്ക് ഭഗവാൻ ഇവിടുന്ന് പോവുകയാണെന്നുള്ളതിൻ്റെ സൂചന കിട്ടിയാൽ ഇവിടെ ആകെ വലിയ കോലാഹലമാവും എന്ന് ആർക്കറിയാം? ഭഗവാൻ അറിയാം. അങ്ങനെ ആ പാല് കറക്കുന്ന യശോദയെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു, പശുവിനെ നോക്കിയിരുന്നു. ഭഗവാൻ ആ പശുവിനോട് പറഞ്ഞു, എന്ത് ഇനി എന്നാ നിന്നെ കാണാനറിയില്ല കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു പുള്ളി പശുവാണ്, എന്തൊരു വലുപ്പാതിന്. അതിനോട് ഭഗവാൻ മനസ്സുകൊണ്ടൊരു യാത്രയൊക്കെ പറഞ്ഞു, ഇനി എപ്പോഴാണ് നിന്നെ കാണാനറിയില്ല കേട്ടോ. കാരണം അമ്മാവൻ്റെ നാട്ടിലൊന്നുമില്ല, ചിലപ്പോൾ പശുവില്ല, നാളെ വസ്തുവില്ല എന്ന് ഭഗവാൻ അറിയാം. അപ്പോൾ ആ പശുവിനെ നോക്കിയിരുന്നു. അങ്ങനെ ആ പാല് കറക്കണത് നോക്കിയിരിക്കുമ്പോഴാണ് ഒരു തേര് ഉരുണ്ട് വരുന്ന ശബ്ദം കേട്ടത്. ആ തേര് ഉരുണ്ട് വരുന്ന ശബ്ദം കേട്ടപ്പോൾ ബലരാമൻ നോക്കി, കൃഷ്ണൻ നോക്കി. ആ തേരിൽ നിന്ന് ഒരാളിത് ആ താഴത്തേക്ക് ചാടിയിറങ്ങുന്നു. എന്നിട്ട് ആ മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്. ഉടനെ ഭഗവാന് ആളെ മനസ്സിലായി. കയ്യിലുണ്ടായിരുന്ന പാത്രമൊക്കെ വലിച്ചെറിഞ്ഞ് കൃഷ്ണനും രാമനും കൂടി ഓടിച്ചെന്ന് ആ തേരിൽ നിന്ന് താഴേക്ക് ചാടി മണ്ണിൽ ഉരുണ്ട് കിടക്കുന്ന ആ
മഹാത്മാവിനെ രണ്ട് കൈയും പിടിച്ച് ഒന്നുമില്ലാതെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നന്ദഗോപർ താമസിക്കുന്ന കൊട്ടാരത്തിലാണ് എത്തിയത്. അർഘ്യപാദ്യാദികളൊക്കെ കൊടുത്തു, കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്തു, വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ രാത്രി നന്ദഗോപർ പറഞ്ഞു, ഏതായാലും വന്നതിൽ വലിയ സന്തോഷം. അക്രൂരനാണെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അക്രൂരൻ ഭഗവാനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തിനാ ഞാൻ ഇവിടെ വന്നതെന്ന് അറിയോ? അമ്മാവൻ അവിടെ എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ട്, വലിയൊരു ആനയെ വഴിയിൽ നിർത്തിയിട്ടുണ്ട്. ഭഗവാൻ പറഞ്ഞു, ഇപ്പം ഭഗവാൻ പലരോടും ഇങ്ങനെയാണ്. അതെ, ഈ അമ്പാടിയിൽ ചുമരുകൾക്കൊക്കെ ചെവിയില്ല, മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. ചുമരത്തിലേക്ക് നോക്കി അക്രൂരൻ, ചുമരിന് ചെവിയിട്ടു, മധുരയിലൊന്നും അങ്ങനെ ചെയ്തു. ഭഗവാൻ പറഞ്ഞു, അതെ, ഇവിടുന്ന് അതൊന്നും പറയാൻ പാടില്ല, ഇവിടെയുള്ള എല്ലാ ചുമരുകൾക്കും ചെവിയുണ്ട്. അതുകൊണ്ട് എന്നോട് വല്ലതും പറയാനുണ്ടെങ്കിൽ മെല്ലെ പറഞ്ഞാൽ മതി. വളരെ നല്ല ശബ്ദം താഴ്ത്തി അക്രൂരൻ പറഞ്ഞു, അമ്മാവൻ അവിടെ വലിയ കുവലയാപീഠത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങളെ രണ്ടുപേരെയും കൊല്ലാൻ. ചാണൂരനും മുഷ്ടികനൊക്കെ ഞാൻ ഇന്നലെ കണ്ടു, കൈയിനൊക്കെ പിടിച്ചിട്ട് ആ വലിയ മണൽ കെട്ടിത്തൂക്കിയ ചാക്കിന് അവരിങ്ങനെ ഇടുക്കിയാണ്. അവർ മല്ലന്മാർ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്, കംസനും തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പുറപ്പെടണം. ഭഗവാൻ പറഞ്ഞു, സംഗതിയൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ ഇവിടെ ഒരാളോടും ഈ കാര്യങ്ങളൊന്നും ഉരിയാടരുത്. അവിടെ ഒരു വില്ല് പൂജിച്ചൊരു യാഗം നടക്കുന്നുണ്ടല്ലോ, ആ യാഗം കാണാൻ വേണ്ടി, ഉത്സവം കാണാൻ വേണ്ടി പോവുകയാണെന്ന് മാത്രം വേണമെങ്കിൽ ഒരു ചെറിയ സൂചന കൊടുക്കാം. രാത്രി തന്നെ വെണ്ണ, പാല്, പാത്രങ്ങളോ ഒക്കെ തയ്യാറാക്കി യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളോ ഒക്കെ ചെയ്തു. അങ്ങനെ രാത്രി ആവുമ്പോൾ പല പല ഗോപികമാരും ഇങ്ങനെ സംശയിച്ചു എന്ന് മേൽപ്പത്തൂരത്ത് നാരായണീയത്തിൽ എഴുതിയിട്ടുണ്ട്. ചന്ദ്രാഗ്രഹേനോ ചന്ദ്രഭഗാഗ്രഹേനോ രാധാഗ്രഹേനോ. കൃഷ്ണനെ ഒരു വീട്ടിലും കാണാനില്ല. അപ്പോൾ ഓരോരോ ഗോപികയും വിചാരിച്ചു ഇന്നെ വീട്ടിലായിരിക്കും ഭഗവാൻ എന്നിങ്ങനെ സംശയിച്ച് അവർക്ക് ചെറിയ ചില സൂചനകളൊക്കെ കിട്ടി, ആരോ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നീട് നേരം പഠിച്ചാവുമ്പോഴേക്കും മനസ്സിലായി അക്രൂരൻ എന്താ തേരൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, കൃഷ്ണനെയും രാമനെയും കൊണ്ടുപോവുകയാണ് മധുരയ്ക്ക് എന്നൊക്കെ മനസ്സിലായപ്പോൾ എല്ലാ ഗോപികമാരും ആ വഴിയിൽ കാത്തു നിൽക്കുകയാണ്. ഭഗവാൻ ആ തേരിൽ വന്നു. ഭഗവാൻ എങ്ങോട്ടോ പോവുകയാണത്തെ, എങ്ങോട്ടാ പോണതെന്ന് അറിയില്ല, എന്തിനാ പോണതെന്ന് അറിയില്ല. എല്ലാ ഗോപികമാരും ശിശുബ്രഹ്മർഷി പറഞ്ഞു, ഏവം ബ്രുവാണാവിരഹാതുരാഭൃശം വ്രജസ്ത്രയ കൃഷ്ണവിഷക്തമാനസാഃ വിസൃജ്യ ലജ്ജാം രുരുദുസ്മ സുസ്വരം ഗോവിന്ദ ദാമോദര മാധവേതി. എല്ലാ ഗോപികമാരും എല്ലായ്പ്പോഴും തിരുനാമം ജപിച്ചുകൊണ്ടാണ് അമ്പാടിയിലെ അവരുടെ ജോലികളൊക്കെ ചെയ്യാറുള്ളത്. ഇന്നും അതേ ഗോവിന്ദ ദാമോദര മാധവ, ഗോവിന്ദ ദാമോദര മാധവ എന്ന് നാമം ജപിച്ചാണ് എല്ലാ ഗോപികമാരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ വന്നത്. ഉദിതേ സവിതര്യ സവിതരി ഉദിതേ. സൂര്യൻ രാവിലെ മെല്ലെ അങ്ങനെ ഉദിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും അക്രൂരൻ തേരുമായിട്ട് മെല്ലെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ എന്തെങ്കിലും ഒന്ന് ഭഗവാൻ ആ ഗോപികമാരോട് പറയണ്ടേ? എല്ലാവരും ഭഗവാനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആരോടും പ്രത്യേകിച്ച് ഒന്നും പറയാതെ ഭഗവാൻ ആ തേര് മുന്നോട്ട് കൊണ്ടുപോയി. ഗോപികമാർ ആ തേര് കണ്ണിൽ നിന്നും അറിയുന്നത് വരെ പ്രമേയം ഭഗവാനെ തന്നെ നോക്കിയിരുന്നു. അപ്പോൾ ഭഗവാനൊരു സംശയം തോന്നി. കാരണം ഇനി ഈ അമ്പാടിയിലേക്ക് ആര് തിരിച്ചു വരുന്നില്ല, ശ്രീകൃഷ്ണ ഭഗവാൻ തിരിച്ചു വരുന്നില്ല. എന്നെ കാണാതെ ഗോപികമാർ എന്നെ തന്നെ സ്മരിച്ച് അവരുടെ പ്രാണങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് ഭഗവാന് സംശയം തോന്നിയപ്പോൾ ഭഗവാൻ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഒരു സന്ദേശം അവിടെ ആ ഗോപികമാർക്ക് കൊടുക്കണം. ഒരു ചെറിയ ഒരു ഇലയിലാണ് ഭഗവാൻ ഒരു സന്ദേശം എഴുതിയത്. ആ സന്ദേശവുമായിട്ട് ആ കൂട്ടുകാരൻ തിരികെ കൂടി വന്നു. ഗോപികമാരൊക്കെ നാമസങ്കീർത്തനവുമായിട്ടിരിക്കുന്ന അവിടെ ചെന്ന് ആ പ്രധാനപ്പെട്ട ഗോപികയുടെ കയ്യിലേക്ക് കൊടുത്തു. ആ ഗോപിക ഭഗവാൻ ഇലയിൽ കൊടുത്തയച്ച സന്ദേശം വായിച്ചു. എല്ലാവരും ചോദിച്ചു, എന്താ അതിൽ എഴുതിയതെന്ന് അറിയാൻ വേണ്ടി ഗോപികമാരെ മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ ആ ഗോപിക ഉറക്കെ വായിച്ചു, ആയാസ്യേ. ഒന്നും എഴുതിയിട്ടില്ല.
അതവരെന്നും സൂക്ഷിച്ചു വെച്ചു അമ്പാടിയിൽ. ആയാസിയെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വരും. അതൊന്നുമില്ല, വരും. വരും എന്ന് പറഞ്ഞാൽ ആവോ എന്താ അറിയില്ല. അപ്പോൾ അവർക്കൊരു പ്രതീക്ഷയായി, അതെ ഭഗവാൻ എന്തോ ഒരു കാര്യത്തിന് എവിടേക്കോ മധുരയ്ക്കോ മറ്റോ പോവുകയാണ്, അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ ഇങ്ങോട്ട് തന്നെ വരും. നമ്മളെ എങ്ങനെയാ ഭഗവാനെ മറക്കാൻ കഴിയുക അല്ലേ? അപ്പോൾ ആയാസി എന്ന് പറയുന്നത് അവിടെ നല്ലൊരു ഭാഗത്ത് അവരിങ്ങനെ പൂജയ്ക്ക് വെക്കുന്നത് പോലെ ആ ഇല എടുത്തു വെച്ചു. ഇതിലെന്നും വന്നു നോക്കും. ആയാസി ഭഗവാൻ എഴുതിയ, ഭഗവാന്റെ കയ്യെഴുത്തിൽ എഴുതിയ ആ സന്ദേശം വരും. അപ്പോൾ നാളെ ഭഗവാൻ വരും എന്ന് വിചാരിച്ച് ഗോപികമാർ എന്ത് ചെയ്യും? അമ്പാടി മുഴുവൻ നല്ലതുപോലെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി പലതരത്തിലുള്ള ധൂപദീപങ്ങളും ഒക്കെ കത്തിച്ച് ഭഗവാന് വേണ്ടി കാത്തിരിക്കും. സൂര്യാസ്തമയം വരെ കാത്തിരിക്കും. സാരമില്ല, ഇന്ന് തിരക്കായിരിക്കും എന്ന് കരുതി പിറ്റേ ദിവസം ഗോപികമാർ ഇതേപോലെ ആരെ കാത്തിരിക്കും? ഭഗവാനെ കാത്തിരിക്കും. അങ്ങനെ എത്രയോ 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 കാലങ്ങളാണ് ശ്രീകൃഷ്ണനില്ലാത്ത അമ്പാടിയിൽ, അല്ലയോ പരീക്ഷിത്തെ, ഈ ഗോപികമാർ മുഴുവനും ആരെ കാത്തുകാത്തിരുന്നത്? ഭഗവാനെ തന്നെ കാത്തുകാത്തിരുന്നത്. അത് അവിടുത്തെ കഥയാണെങ്കിൽ നമ്മളെന്നെ അക്രൂരൻ്റെ പിന്നാലെ പോവുക. അക്രൂരൻ എന്ത് ചെയ്തു? അക്രൂരൻ തേരിൽ കൃഷ്ണനെയും രാമനെയും കൊണ്ട് നേരെ ഒരു പുഴവക്കത്തെത്തി. പുഴവക്കത്തെത്തിയപ്പോൾ അക്രൂരൻ പറഞ്ഞു, എനിക്കൊന്ന് കുളിക്കണം എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, കുളിച്ചോളാൻ പറഞ്ഞു. അക്രൂരൻ വെള്ളത്തിലിറങ്ങി കുളിച്ചപ്പോഴാണ് ആ വെള്ളത്തിൻ്റെ അടിയിൽ സാക്ഷാൽ ഭഗവാനെ പല പല രൂപത്തിലും പല പല ഭാവത്തിലും കണ്ടു. ആദിശേഷന്റെ മുകളിൽ പള്ളി കൊള്ളുന്ന മഹാവിഷ്ണുവായിട്ട് കണ്ടു. സിദ്ധന്മാരൊക്കെ വന്ന് സ്തുതിക്കുന്നത് കണ്ടു. വെള്ളത്തിൽ നിന്ന് അക്രൂരൻ എഴുന്നേറ്റ് വന്ന് ആ തേരിലിരിക്കുന്ന ശ്രീകൃഷ്ണനെയും ബലരാമനെയും നോക്കി അനേകമനേകം മന്ത്രങ്ങളെ കൊണ്ടാണ് ഭഗവാനെ സ്തുതിച്ചത്. ആ സ്തുതി മുഴുവനും ഭാഗവതത്തിൽ 40-ാമത്തെ അധ്യായം നോക്കിയാൽ കാണാം. ആ സ്തുതിയിൽ എന്താ അക്രൂരൻ പറയുന്നത്? ഭഗവൻ ജീവലോകോയ മോഹിത തവ മായയാ അഹം മമേതി അസദ്ഗ്രാഹ ഭ്രാമ്യതേ കർമ്മ പത്മസു. ജീവലോക അയം, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും മായയാ മോഹിത, ഭഗവാന്റെ മായ കൊണ്ട് മോഹിതരായിരിക്കുകയാണ്. നമ്മളെ പറ്റിയാണ് കൂടുതൽ പറയുന്നത്. എല്ലാ മനുഷ്യരും ഭഗവാന്റെ വൈഷ്ണവി എന്ന് പറയുന്ന മായ കൊണ്ട് മോഹിതരായിരിക്കുകയാണ്. അഹം മമേതി, മനുഷ്യരൊക്കെ എപ്പോഴും എന്താ ചിന്തിക്കുക? ഒന്നുകിൽ അഹം, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ 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 എന്നിങ്ങനെ വിചാരിക്കും. മമ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ 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 എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഞാൻ എന്ന് വിചാരിക്കുമ്പോൾ ഈശ്വരനെ മറന്നുപോകും. മമ മമ എന്ന് വിചാരിക്കുമ്പോഴും ആരെ മറന്നുപോകും? ഈശ്വരനെ മറന്നുപോകും. അങ്ങനെ നമ്മൾ നമ്മളെ പറ്റി ഇന്ന് രാത്രി വായനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ആലോചിക്കുക, നമ്മൾ എന്തെല്ലാമാണ് മമ മമ എന്നങ്ങനെ പറയാറ്. മമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എൻ്റെ, ഈ വീട് എൻ്റെയാണ് അല്ലേ, ഈ താമസിക്കുന്ന സ്ഥലം എൻ്റേതാണ്, ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ എൻ്റേതാണ്, ഇവിടെയുള്ള വസ്തുക്കളൊക്കെ എൻ്റേതാണ്. ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു പുസ്തകത്തിൽ എഴുതി നോക്കാം, എൻ്റെ എന്ന് പറയുന്ന എന്തെല്ലാം സാധനങ്ങൾ സ്വന്തമായിട്ടുണ്ട്. ഇത് ശരിക്കും കൃത്യമായിട്ട് എണ്ണി നോക്കണം. 1, 2, വേണമെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ ചിലപ്പോൾ ഹോംവർക്ക് കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. ഈ സപ്താഹത്തിൽ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് ശ്രോതാക്കൾക്ക് ഒരു ഹോംവർക്കൊക്കെ കൊടുക്കാം. ഇതുവരെ ഞാൻ വന്നിട്ടില്ല. നന്നതായിക്കോട്ടെ ഹോംവർക്ക്. വീട്ടിൽ പോയിട്ട് നല്ല ഒരു നോട്ട്ബുക്ക് എടുക്കുക. റൂൾഡാണ് നല്ലത്, നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് എഴുതാൻ പറ്റും. ഒരു സ്കെയിലെടുത്ത് 1, 2, 3, 4 നമ്പർ ഇടുക. എൻ്റെ എന്ന് എഴുതുക. കുറേ തവണ ഓരോ വരിയിൽ എൻ്റെ എന്ന് എഴുതുക. അപ്പം ഞാൻ പണി കഴിയും. പിന്നെ എൻ്റെ കുട, എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ കമ്പ്യൂട്ടർ, എൻ്റെ ഭർത്താവ്, എൻ്റെ ചിഞ്ചു, എൻ്റെ കുച്ചു, എൻ്റെ മുത്തു, കുറേ കുട്ടികളൊക്കെ ഒക്കെ എല്ലാം എൻ്റെ എന്ന് പറയുന്ന ഒക്കെ എഴുതി വെക്കണം. എൻ്റെ 12,000 രൂപയുള്ള കണ്ണട, പിന്നെ ചെവിയിൽ ഇങ്ങനെ മൊബൈലിലൊക്കെ കുത്തി വയ്ക്കുന്ന ഒരു മാലുള്ള കറുത്ത സാധനം, എന്താ പേര് വെച്ചാൽ അത് എഴുതിക്കോളൂ. ഇങ്ങനെ നെക്ക് ബാൻഡോ എന്താണെങ്കിൽ ഇങ്ങനെ എൻ്റെ 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 കാറ്, എൻ്റെ 2 വീലർ, ഇങ്ങനെ എൻ്റെ സ്വർണ്ണമട മറന്നു പോകരുത്. ഇത് നോക്കുമ്പോഴത്തേക്ക് ആൾക്കാർ കയ്യിലേക്ക് നോക്കാതെ അവിടെ ഇല്ലേ. എൻ്റെ കഴുത്തിലെ മാല, പിന്നെ കാതിലിട്ടത്, അങ്ങനെ മുഴുവൻ എഴുതി 200 പേജിൻ്റെ പുസ്തകം തീർന്നാൽ 2ാമത്തെ പുസ്തകം വാങ്ങാം. അങ്ങനെ എൻ്റെ എത്ര ഉണ്ടാവില്ല എഴുതാൻ. എന്തിനാ? തമാശ പറഞ്ഞതല്ല. ഇങ്ങനെ എത്രയോ നിസ്സാരമായ ഒരു വസ്തു തൊട്ടിട്ട് എത്രയോ സാരമായ വസ്തു വരെ എൻ്റെ എൻ്റെ എന്ന് പറയാൻ
എന്തെല്ലാം സാമഗ്രികളാണ് ഓരോ മനുഷ്യനും ഉള്ളത്. ഇതൊക്കെ എത്ര നേരം പറയും? കുറച്ചു കഴിഞ്ഞാൽ അക്രൂരൻ പറയുന്നു, ഒരു യാത്രയുണ്ട്. അനിത്യാനാത്മദുഃഖേഷു വിപര്യയമതിരിഹ്യഃ ദ്വന്ദ്വാരാമസ്തമോ വിഷ്ടോ നജാനേ ത്വാത്മനഃപ്രിയം. അവനവനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാനെ മറന്നിട്ടാണ് ഞാനെന്നും എൻ്റേതെന്നും വിചാരിച്ച് ഈ ലോകം എന്തിനോ വേണ്ടി ഓടി നടക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ, എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട, എനിക്ക് എന്തും ഭഗവാന്റെ പാദത്തിൽ ഭക്തി ഉണ്ടാവണം എന്നാണ് ആര് പ്രാർത്ഥിച്ചത്? അക്രൂരൻ പ്രാർത്ഥിച്ചത്. ഭഗവാൻ അക്രൂരന് അനുഗ്രഹങ്ങളെ കൊടുത്ത് അവർ വീണ്ടും യാത്ര തുടർന്ന് മധുരാപുരിയിലെത്തി. ആ മധുരാപുരി ഭഗവാൻ നല്ലതുപോലെ കണ്ടു. ആ മധുരയിലേക്ക് ഭഗവാനോട് പ്രവേശിച്ചപ്പോഴേക്കും എത്രയോ ആൾക്കാരാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇന്ന് മധുരയിൽ വരുന്നുണ്ട് എന്നറിഞ്ഞ് ഭഗവാനെ കാണാൻ വേണ്ടി പ്രാസാദ ശിഖര ആരൂഢാഹ. പ്രാസാദം എന്ന് പറഞ്ഞാൽ എന്താ? പ്രാസാദം പറഞ്ഞാൽ ഇതേപോലുള്ള വലിയ കൊട്ടാരങ്ങളാണ്. വലിയ 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 ഉയർന്ന കെട്ടിടങ്ങളിലൊക്കെ ഏറ്റവും മുകളിൽ ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുക. എന്തിനാണ്? താഴത്തേക്ക് നോക്കിയാൽ ഭഗവാനെ കാണാമല്ലോ. ആ വഴിയിൽ കൂടിയാണ് ഭഗവാൻ വരുന്നത്. ആ വഴിയുടെ രണ്ട് ഭാഗത്തുമുള്ള എല്ലാ കൊട്ടാരങ്ങളുടെയും കെട്ടിടങ്ങളുടെ ഒക്കെ മുകളിൽ എത്രയോ 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 മധുരാവാസികൾ ഭഗവാനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഭഗവാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ചിലർ പുഷ്പാഞ്ജലി കഴിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവരിങ്ങനെ പറയാണ്, കൃഷ്ണദാ മെല്ലെ 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 നടന്നു വരുന്നത് അവർ കണ്ടു. അവരാദ്യമായിട്ട് കാണുക, ബലരാമനെ അവരാദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ നേരെ അവരിങ്ങനെ വരുമ്പോൾ ആരൊക്കെയോ പറഞ്ഞു, ഈ ഗോപികമാര് എത്ര വലിയ ഭാഗ്യമാണ് ചെയ്തതെന്ന് അറിയില്ല. അങ്ങനെ കൃഷ്ണനും ബലരാമനും കൂടി ആ വഴിയിൽ കൂടെ നടന്നു വരുമ്പോൾ അവിടെ ഒരു കഴുതപ്പുറത്ത് ഒരു അരക്കുകാരനെ കണ്ടു. ഭഗവാൻ ആ അരക്കുകാരനോട് ചോദിച്ചു, കംസന്റെ അരക്കുകാരനാണ്, വസ്ത്രങ്ങളൊക്കെ അലക്കി നന്നായിട്ട് തേച്ചു കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഈ വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ഭഗവാൻ മധുരയിൽ ചെന്നപ്പോൾ ഈ അലക്കുകാരനെ കണ്ടു. ആ അലക്കുകാരൻ ആകെപ്പാടെ ദേഷ്യം പിടിച്ചു, എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അവൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? അവൻ്റെ കഴുത്ത് പിടിച്ചു. അവൻ്റെ കഴുത്തവിടെ പിടിച്ചതോടുകൂടി അവനവിടെ മരിച്ചു വീണു. ആൾക്കാരൊക്കെ നോക്കി നിന്നപ്പോൾ അവർക്ക് സന്തോഷമായി. ആ നാട്ടിലെ ഒരാൾക്കും ആരെയും ഇഷ്ടമല്ല, ഈ കംസന്റെ അരക്കുകാരനെ ഇഷ്ടമല്ല. ആ ദുഷ്ടന്റെ കഥ കഴിച്ചപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായി ഭഗവാനോട്. അത് കഴിഞ്ഞ് ഭഗവാൻ ആ കഴുത്തപ്പുറത്തിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ എടുത്തു. നന്ദഗോപര് കൂടെയുണ്ട്, നന്ദഗോപർക്ക് കൊടുത്തു, കൂട്ടുകാർക്ക് കൊടുത്തു, ബലരാമന് കൊടുത്തു, ദാനമെടുത്തു. ആ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ഇതിൻ്റെ ബാക്കി കുറേ വസ്ത്രങ്ങൾ ഭഗവാനോട് എല്ലാവർക്കും വിതരണം ചെയ്തു. വലിയ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭഗവാൻ ഇവിടുന്ന് വസ്ത്രം കൊണ്ട് എറിഞ്ഞു കൊടുത്തപ്പോൾ അവർ നന്നായിട്ട് പിടിച്ചു. ഈശ്വര, ഭഗവാൻ പ്രസാദം തന്ന മാതിരി ആയില്ലേ. എല്ലാവർക്കും ഭഗവാനോട് സന്തോഷം. അത് കഴിഞ്ഞ് ഭഗവാൻ ആ വസ്ത്രങ്ങളൊക്കെ നടന്നു പോകുമ്പോൾ വഴിയിലുണ്ട് ഒരാളിരുന്ന് ഇങ്ങനെ തുന്നണം. നിലത്തിരുന്ന് തുന്നാണ്. ഇന്നത്തെ മാതിരി വലിയ ഇങ്ങനെ തുന്നുന്ന കടകളും അക്കാലത്തില്ല. നിലത്തിരുന്ന് ഇങ്ങനെ തുന്നാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ആ തുന്നൽക്കാരനോട് ചോദിച്ചു, ഞങ്ങൾക്ക് വസ്ത്രങ്ങൾ കിട്ടി, ഒന്ന് തുന്നി തരാമോ? ഉടനെ അദ്ദേഹം എഴുന്നേറ്റ് ഭഗവാനെ തൊഴുതിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഭഗവാനെ തുന്നിത്തരാം. അങ്ങനെ ആ തുന്നൽക്കാരൻ കൃഷ്ണനും രാമനും വേണ്ട വസ്ത്രങ്ങളും ഒക്കെ തുന്നിക്കൊടുത്തു. ആ തുന്നൽക്കാരനെ ഭഗവാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു. ഇപ്പോൾ ഭഗവാന് നല്ല ആ നഗരത്തിലേക്ക് പറ്റിയ വസ്ത്രവിധാനങ്ങളൊക്കെ കിട്ടി. കുറച്ചും കൂടി മുന്നോട്ട് ചെന്ന് അവിടെ താഴെ നിലത്തിരുന്ന് ഒരാളിങ്ങനെ മാല കെട്ടുന്നുണ്ട്. ആ സുദാമാവ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ആ മാല കെട്ടുന്നയാൾ ഭഗവാന് ഏറ്റവും നല്ല 2 മാലകൾ കൊടുത്തു. ഒരു മാല ബലരാമനും കൊടുത്തു, ഒരു മാല ശ്രീകൃഷ്ണ ഭഗവാനും കൊടുത്തു. ആ മാലാകാരനെയും ഭഗവാൻ അനേകം അനുഗ്രഹ മജസ്സുകളെ കൊണ്ട് അഭിഷേകം ചെയ്തു. അങ്ങനെ ഭഗവാൻ നല്ല വസ്ത്രങ്ങളായി, നല്ല മാലയായി. എന്നിട്ട് ഭഗവാൻ വീണ്ടും ആൾക്കാർ മുഴുവനും ഭഗവാനെ നോക്കി നിൽക്കുക. എന്നിട്ട് ശിശു ബ്രഹ്മർഷി ഈ രാജാവിനോട് കഥ തുടർന്ന് പറയുകയാണ്. അഥവ്രജൻ രാജപഥേന മാധവ സ്ത്രീയം ഗൃഹീതാംഗമിലേ പഭാജനാം വിലോക്യ കുബ്ജാം യുവതീം വരാനനാം ബപ്രച്ഛ. വീണ്ടും കടന്നു പോകുമ്പോൾ ഭഗവാൻ ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീയെ ഭഗവാൻ നോക്കിയപ്പോൾ ഇങ്ങനെ എന്താ പറയുക, വളഞ്ഞുകൊണ്ടൊരു സ്ത്രീ. 3 വളവുണ്ട്. പിന്നെ കുബ്ജയാണ്. കുബ്ജ എന്ന് പറഞ്ഞാൽ അവളുടെ പുറത്ത് ഒരു എന്താ പറയുക, വലിയൊരു മാംസപിണ്ഡം അവളുടെ പുറത്ത് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. പൂന എന്ന് പറയും മലയാളം. ഒരു ഊരി പെണ്ണാണ്.
ആ കൂനിപ്പെണ്ണിനെ കണ്ട യുവതിയും, അവൾ യുവതിയാണ്, വരാലന, മുഖത്തേക്ക് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതാരാണ് ഈ അമ്മാവൻ്റെ നാട്ടിൽ ഇങ്ങനൊരു സ്ത്രീ എന്നുള്ള മട്ടിൽ ഭഗവാൻ അടുത്തേക്ക് വന്ന് ചോദിച്ചു. കാത്തും അവളുടെ തല പൊക്കാൻ പറ്റണില്ല, ശരീരത്തിൻ്റെ വിളവ് കാരണം. മധുരമായിട്ട് തന്നോട് ആരോ ചോദിക്കുന്നു, കാത്തും ആരാണ്? ഉടനെ അവൾ പറഞ്ഞു, ദാസ്യസ്മി, ഞാൻ ദാസിയാണ്. അത് ഭഗവാൻ വലിയ ഇഷ്ടത്രേ, വളരെ ഇഷ്ടമായി. ഭഗവാൻ വിളിച്ചു, ഏതായാലും നീ സുന്ദരിയാണ്. താൻ സുന്ദരിയാണെന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ അവളുടെ ശരീരമാകെ കോരിത്തരിച്ചു. എന്തുകൊണ്ടാണ് ഭഗവാൻ അവൾ സുന്ദരിയാണോ എന്ന് പറയാൻ കാരണം, സൗന്ദര്യം രണ്ട് തരത്തിലുണ്ടാകുന്നതാണ് പറയും. ഒന്ന് ആന്തരികമായ സൗന്ദര്യമാണ്, രണ്ടാമത്തേത് ബാഹ്യമായ സൗന്ദര്യമാണ്. സാധാരണ ജനങ്ങളൊക്കെ ഈ ബാഹ്യമായ സൗന്ദര്യം കണ്ടിട്ടാണ് എന്താ പറയുക, പലതരത്തിലുള്ള വിഷമങ്ങളിലും പെട്ടു പോവാറുണ്ട്. വാസ്തവത്തിൽ ബാഹ്യമായ സൗന്ദര്യത്തിന് ഒരു പ്രാധാന്യവുമില്ല. സൗന്ദര്യം ഇരിക്കുന്നത് എവിടെയാണ്? ആന്തരികമായിട്ടാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അവളുടെ മനസ്സ് എത്രയോ സുന്ദരമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഭഗവാൻ അവളെ സുന്ദരി എന്ന് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താ നിനക്ക് ജോലി? ഞാനിവിടെ ഈ കുറിക്കൂട്ടുകളൊക്കെ അരച്ചു തയ്യാറാക്കുന്ന ഒരു ആളാണ്, ഞങ്ങൾക്ക് തരൂ ഈ കുറിക്കൂട്ടുകൾ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, തീർച്ചയായിട്ടും തരാം. എന്നിട്ട് ഭഗവാനെ ഒരു ഭാഗത്തിരുത്തി, ബലരാമനെ ഒരു ഭാഗത്തിരുത്തി അവൾ ആ കുറിക്കൂട്ടുകളൊക്കെ കൃഷ്ണനെയും ബലരാമനെയും നല്ലതുപോലെ അണിയിച്ചു. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു, ഈ കുറിക്കൂട്ടുകാരത്തിയുടെ മനസ്സുപോലെ തന്നെ ആയിത്തീരണ്ടേ ശരീരം. അങ്ങനെ അല്ലയോ പരീക്ഷിത്, ഉടനെ ഭഗവാൻ തൻ്റെ രണ്ട് തൃപ്പാദങ്ങളും അവളുടെ കാലിൽ നിന്ന് ചവിട്ടി വെച്ചു. അത് കഴിഞ്ഞ് അവളുടെ പിൻഭാഗത്ത് ഭഗവാൻ മെല്ലെ തൻ്റെ ഇടത്തെ കൈയോടൊന്ന് പിടിച്ചു. അത് കഴിഞ്ഞ് ഭഗവാന്റെ വലത്തെ കൈയിലെ ഈ 3 വിരലുകൾ അവളുടെ താടിയുടെ താഴെ വെച്ച് ഭഗവാൻ ഒന്ന് നോക്കി. ആൾക്കാർ മുഴുവനും നോക്കി നിൽക്കുകയാണ്. ഭഗവാൻ ഇങ്ങനെ ചെയ്തു. ഇത്രയും ചെയ്തപ്പോഴേക്കും ബഹുവ പ്രമദോത്തമ, അവൾ ഏറ്റവും നല്ല ഒരു സുന്ദരിയായിട്ട് മാറി. അവളുടെ പുറത്തുണ്ടായിരുന്ന ആ നൂല് കാണാതെയായി, ശരീരത്തിൻ്റെ വളവുകളൊക്കെ അപ്രത്യക്ഷയായി. അങ്ങനെ അവൾ ഏറ്റവും സുന്ദരിയായിട്ട് മാറിയപ്പോൾ അവൾക്ക് ഈ കഥ നമ്മൾ ഒരിക്കലും മറക്കരുത്. കാരണം അവൾ ആകെ ഭഗവാൻ എന്താ കൊടുത്തത്? എന്തോ ഒരു ഇത്തിരി മുറിയിടാനുള്ള സാധനങ്ങളെ അവൾ ഭഗവാന് കൊടുത്തു. പക്ഷേ ഭഗവാൻ അവൾക്ക് തിരികെ നൽകിയത് എത്രയോ കാലം ജീവിച്ചിരുന്നാലും ഒരു കാലത്തും നശിക്കാത്ത നിത്യ സൗന്ദര്യവും തേജസ്സും ഓജസ്സും ഒക്കെയാണ് ഭഗവാൻ അവൾക്ക് തിരികെ കൊടുത്തത്. ഭഗവാൻ എപ്പോഴും അങ്ങനെയാണ്. നമ്മളോട് വായന കേൾക്കാൻ വരുമ്പോൾ എന്ന തുളസിപ്പൂവോ എന്തെങ്കിലുമൊക്കെ ഭഗവാനെ സമർപ്പിക്കും, അല്ലെങ്കിൽ ഭഗവാനെ നമസ്കരിക്കും. അത്രയും ചെയ്താൽ തന്നെ ഭഗവാൻ നമുക്ക് തിരികെ തരുന്നത്, ഭക്തന്മാർക്ക് തിരികെ കൊടുക്കുന്നത് എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് എന്നാണ് ആ കഥ സൂചിപ്പിക്കുന്നത്. പിന്നീട് വീണ്ടും അവർ മുന്നോട്ട് നടന്നു ചെന്നു. അപ്പോൾ അവിടെ വില്ല് പൂജിക്കുന്ന സ്ഥലം കണ്ടു. അകത്ത് ചെന്നിട്ട് ഭഗവാൻ ആ വില്ല് പൊട്ടിച്ചു. വില്ല് പൊട്ടിച്ചപ്പോഴേക്കും ആ ദിവസവും ഏകദേശം പൂർണ്ണമാവാറായി. പിന്നെ പ്രത്യേകിച്ച് ഭഗവാൻ അന്നങ്ങനെ ലീലകളൊന്നും ആടിയിട്ടില്ല. രാത്രി കടന്നുറങ്ങി. ഇനി നാരദമഹർഷി പറഞ്ഞ ആ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ എന്ന് പറയുന്ന ദിവസമായി കഴിഞ്ഞു. ആ ദിവസമാണ് ഭഗവാൻ കംസവധത്തിന് വേണ്ടി അതിരാവിലെ പുറപ്പെട്ടു. വഴിയിൽ വലിയൊരു ആനയെ കണ്ടു. കുവലയാപീഠം എന്ന ആനയും ഭഗവാനും കൂടി കുറേ നേരം യുദ്ധം ചെയ്തു. ആ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഭഗവാൻ അടിച്ച് ആനയെ താഴെ വീഴ്ത്തി. ആനയുടെ കഥ കഴിഞ്ഞു. ആനയുടെ 2 കൊമ്പുകളും ഭഗവാൻ പിടിച്ചു വലിച്ചെടുത്തു. ആനക്കൊമ്പ് പിടിച്ചു വലിച്ചപ്പോൾ ആനയുടെ ചോരത്തുള്ളികളൊക്കെ ഭഗവാന്റെയും ബലരാമന്റെയും തിരുമേനിയിലും വസ്ത്രങ്ങളിലുമൊക്കെ ആനയുടെ ചോരത്തുള്ളികളായി. ഭഗവാൻ ആനയെ വേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ആനക്കൊമ്പെടുത്ത് ഒന്ന് ബലരാമന് കൊടുത്തു, മറ്റേ ആനക്കൊമ്പ് ഭഗവാന്. 2 പേരും ആനക്കൊമ്പും തോളിൽ വെച്ച് അങ്ങനെ സാവധാനത്തിൽ നടന്നു വരികയാണ്. അങ്ങനെ നടന്നു വരുമ്പോൾ ഭഗവാൻ തന്നെ അങ്ങനെ ഈ ആനക്കുട്ടി നടക്കുന്നത് കണ്ടില്ലേ? ആനക്കുട്ടി നടക്കുന്നത് നല്ല രസമാണ് കാണാൻ. ആനക്കുട്ടി നടക്കുന്നത് പോലെ കൃഷ്ണനും രാവിലെ അങ്ങനെ കുലുങ്ങിയാണ് നടക്കുന്നത്. വലിയൊരു ആനക്കൊമ്പ് തോളിൽ വെച്ചപ്പോൾ ആനക്കൊമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? അതും അങ്ങനെ ചലിക്കുന്നുണ്ട്. എത്രയോ ഭക്തന്മാർ ആനക്കൊമ്പും തോളിൽ വെച്ച് വരുന്ന ഭഗവാനെ നോക്കി. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും, അല്ലെങ്കിൽ മഹാരാജാവെ,
ഭഗവാനെ കണ്ടപ്പോൾ ഓരോന്നാണ് തോന്നിയത്. ഭാഗവതത്തിൽ അവിടെ അതിമനോഹരമായ പ്രസിദ്ധമായ ഒരു ശ്ലോകം കാണാം. മല്ലാനാമശനി നൃണാം നരവര സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സ്വജനോ സദാ ചിതിഭുജാം ശാസ്താ സ്വപിത്രോ ശിശു മൃത്യുർഭോജപതേർ വിരാടവിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതേരിവിദിതോ രംഗം ഗത സാഗ്രജ. മനോഹരമായ വളരെയേറെ പ്രശസ്തമായ ഭാഗവതത്തിലെ ഒരു ശ്ലോകമാണ് മല്ലാനാമശനി എന്നാരംഭിക്കുന്ന ശ്ലോകം. അതായത് ഭഗവാനെ കണ്ടപ്പോൾ, ആനക്കൊമ്പും തോളിൽ വെച്ച് വരുന്ന ഭഗവാനെ കണ്ടപ്പോൾ ഓരോരുത്തർക്ക് ഓരോന്നാണത്രേ തോന്നിയത്. മല്ലന്മാർക്ക് ഇടിവാൾ വരുന്നത് പോലെ തോന്നി. അവിടെയുള്ള മനുഷ്യർക്കൊക്കെ സാക്ഷാൽ നല്ലൊരു മനുഷ്യനായിരിക്കുന്ന രാജാവിനെ പോലുള്ള ഒരാൾ വരുന്നത് പോലെ തോന്നി. സ്ത്രീകൾക്ക് തോന്നി കാമദേവൻ കടന്നു വരികയാണോ തോന്നി. ഗോപന്മാർക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളെ പോലെ തോന്നി. ശാസ്ത സ്വപിത്രോഹോ ശിശു, അച്ഛനമ്മമാർക്ക് അവരുടെ പുത്രൻ വരുന്നത് പോലെ തോന്നി. മൃത്യുഹോ ഭോജപതേഹേ, ഭോജപതിയായ കംസന് ഭഗവാൻ എങ്ങനെ ആരക്കൊമ്പ് എടുത്ത് വരുന്നത് കണ്ടപ്പോൾ മൃത്യു തൻ്റെ മുന്നിലേക്ക് നടന്നു വരുന്നത് പോലെ തോന്നി. വിരാട് അവിദുഷാം തത്വം പരം യോഗിനാം, യോഗികൾക്ക് എത്രയോ വലിയ ഒരു തത്വമായിട്ട് തോന്നി. അവിടെ ഉണ്ടായിരുന്ന എല്ലാ യാദവന്മാർക്കും ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന പരദേവതയാണ് എന്ന് തോന്നി. ഇങ്ങനെ ഓരോരുത്തർക്ക് ഒരേ ഭഗവാനെ കണ്ടപ്പോൾ അല്ലയോ മഹാരാജാവെ ഓരോന്നാണ് തോന്നിയത്. അങ്ങനെ രണ്ടുപേരും കൂടി നേരെ മല്ലരംഗത്തിലേക്ക് വന്നു. ആ മല്ലരംഗത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരും കൃഷ്ണനെ പറ്റിയും രാമനെ പറ്റിയും അറിയാവുന്നവരൊക്കെ പല തരത്തിലുള്ള കഥകളാണ് പറഞ്ഞത്. പിന്നീട് ചാണൂരനും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും തമ്മിലുള്ള അതിഗംഭീരമായ മല്ലയുദ്ധം അവിടെ വെച്ച് നടന്നു. എന്തിനായിരുന്നു നമ്മൾ മധുരാപുരിക്ക് യാത്ര പുറപ്പെട്ട് വന്നത്? അത് മറന്നും പോയില്ലേ? എന്തിനായിരുന്നു? ഒരു പ്രഭാഷണം കേൾക്കാം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ചിലപ്പോൾ അങ്ങനെയാണ്. ചില സ്ഥലത്ത് പോവും, എന്തിനാണോ അവിടേക്ക് പോയത് ആ കാര്യം മറന്ന് ചിലപ്പോൾ തിരിച്ചു പോരാറുണ്ട്. നമ്മളത് മറന്നു പോരുന്നില്ലേ? അല്ല, ഇവിടെ ഒരുപാട് കഥകളൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഭഗവാൻ അവിടെ നിന്ന് ആരോട് യുദ്ധം ചെയ്യുകയാണ്? മല്ലരംഗത്തിൽ വന്ന് ചാണൂരനും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിൽ അവിടുന്ന് ഒരിഞ്ഞ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം നടക്കുന്ന സമയത്താണ് അവിടെ കൂടിയിരുന്ന എത്രയോ ആൾക്കാർ ഭഗവാനെ പറ്റി പലതും പറഞ്ഞു. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളൊക്കെയാണ് ചാണൂരനുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഭഗവാനെ കണ്ടു. ഭഗവാൻ ഏകദേശം ഒരു 11 വയസ്സ് പ്രായം. ചാണൂരനാണെങ്കിൽ വളരെ വലിയ ഒരാളാണ്. ഇത്രയും വലിയ മല പോലെ വലിപ്പമുള്ള ചാണൂരനും വളരെ കൊച്ചുകുട്ടിയായ ഭഗവാനും കൂടി യുദ്ധം ചെയ്യുന്നത് കണ്ടപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ എല്ലാവരും കൂടി ഒരേ സമയത്ത് ഒന്നിച്ച് പ്രഭാഷണം ചെയ്തത്. നേരത്തെ എന്ത് പറഞ്ഞിട്ടാ ഞാൻ തുടങ്ങിയത്? അവിടെ മധുരാപുരിയിൽ കുറേ സ്ത്രീകൾ ഒന്നിച്ച് ഒരേ സമയത്ത് പ്രഭാഷണം ചെയ്യുന്നുണ്ട്. അത് കേൾക്കാമെന്ന് പറഞ്ഞല്ലേ? അതിൻ്റെ സമയമായി. അത് എപ്പോഴായിരുന്നു എൻ്റെ സമയം? ഈ ചാണൂരനും ഭഗവാനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഗോപികമാര് ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവരെന്തെങ്കിലും പ്രഭാഷണം കേട്ടോളൂ. പുണ്യാപതവ്രജഭോയദയം നൃലിംഗഗൂഢ പുരാണ പുരുഷോ വനചിത്രമാല്യ പുണ്യാപതവ്രജഭോ. ഗോകുലം ശരിക്കും പറഞ്ഞാൽ എത്രയോ പുണ്യം ചെയ്ത ഒരു പ്രദേശമാണ്. എന്താണ് അവരങ്ങനെ പറയാൻ കാരണം? യദയം നൃലിംഗഗൂഢ പുരാണ പുരുഷോ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഗോകുലത്തിൽ എത്രയോ കാലം താമസിച്ചതുകൊണ്ട് ആ ഗോകുലം എത്രയോ പുണ്യമായ പ്രദേശമാണ്. ഗാപാലയൻ, അവിടെ ഉണ്ടായിരുന്ന മധുരാപുരിയിലുണ്ടായിരുന്ന ഈ സ്ത്രീകളൊക്കെ ഭഗവന്റെ മഹിമയെ പറ്റിയാണ് പറഞ്ഞത്. ഗാപാലയൻ, എത്രയോ പശുക്കളെയും പാലിച്ചുകൊണ്ട് ബലരാമനോടുകൂടി ഓടക്കുടലൂരി എത്രയോ ലീലകളാണ് ആ വൃന്ദാവനങ്ങളിൽ ഭഗവാൻ ചെയ്തത്. പിന്നെ അവർ ഗോപികമാരെ പറ്റി പറഞ്ഞു. ഗോപ്യസ്തവ കിമചരണ്യതമുഷ്യരൂപം, ഈ ഗോപികമാര് എന്തൊരു പുണ്യമാണ് ചെയ്തത് എന്ന് ഞങ്ങൾക്കൊന്നും അറിയുകയില്ല. കാരണം എന്താ?
ലാവണ്യസാരം അസമൂർദ്ധം അനന്യസിദ്ധം. ലാവണ്യത്തിൻ്റെ സാരമായിരിക്കുന്ന ഈ ഭഗവാനെ എത്രയോ ഗോപികമാർ അവരുടെ കണ്ണുകൊണ്ട് എത്രയോ തവണ കണ്ടു. അതുകൊണ്ട് ഈ ഗോപികമാരുടെ ഭാഗ്യത്തെപ്പറ്റി ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. പിന്നെ ആ സ്ത്രീകൾ, മധുരാപുരിയിലുള്ള സ്ത്രീകൾ വീണ്ടും ഭഗവാനെ പറ്റി പറഞ്ഞു. യാദോഹനേ വഹനനേ മഥനോപലേപപ്രേംഘേംഘനാഭരുതിദോക്ഷണമർജനാദോ ഗായന്തി ശൈലമനുരക്തധിയോശ്രുകണ്ഠ്യോ ധന്യാവ്രജസ്ത്രിയ ഉരുക്രമചിത്തയാനാഹ. യാദോഹനെ, മധുരാപുരിയിലുള്ള സ്ത്രീകളൊക്കെ ചാണൂരിനോട് യുദ്ധം ചെയ്യുന്ന ഭഗവാനെ കണ്ട സമയത്ത് അവരെല്ലാവരും ആ ഭഗവാനെ പറ്റി പറഞ്ഞു. അമ്പാടിയിലുള്ള ഗോപികമാരൊക്കെ ദോഹനെ പറഞ്ഞാൽ പശുവിനെ കറക്കുന്ന സമയത്ത് അവരെന്താ ചെയ്യുക? ഗായന്തി ശൈലം. അമ്പാടിയിലുള്ള ഗോപികമാരൊക്കെ പശുവിനെ കറക്കുന്ന സമയത്ത് കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ പാട്, എനിക്ക് പാടാനൊന്നും അറിയില്ല. അമ്പാടിയിലെ ഗോപികമാര് എത്രയോ ഉച്ചത്തിലാണ് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ദോഹനെ പശുവിനെ കറക്കാറുള്ളത്. പിന്നെ അവഹനനെ മഥനോപലേപ പ്രേംഘെംഘനാർഭരുതിദോക്ഷണമർജനാദോ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാൻ തന്നെ എന്തൊരു പ്രയാസമല്ലേ, വായിക്കാൻ തന്നെ എന്തൊരു പ്രയാസം. എന്താ അതിൽ പറയണത്? പ്രേംഘം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രേംഘം എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ എന്നാണ് അർത്ഥം. ഗോപികമാർക്ക് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചെറിയ കുട്ടികളെയൊക്കെ അവരെന്ത് ചെയ്യും? ഊഞ്ഞാലിലിടും. ആ ഊഞ്ഞാലിലിട്ടിട്ട് ആ ചെറിയ കുഞ്ഞിനെ ഇങ്ങനെ ഊഞ്ഞാലിലാട്ടുന്ന സമയത്ത് അവർ ഗോവിന്ദ, ദാമോദര, മാധവ, കേശവ എന്ന് പറഞ്ഞ് ഭഗവാന്റെ തിരുനാമങ്ങളാണ് അവർ ആ സമയത്തും ജപിക്കുന്നത്. ഇനി എന്തെല്ലാം കർമ്മങ്ങൾ. മാർജനം എന്ന് പറഞ്ഞാൽ എന്താ? നിലത്തൊക്കെ അങ്ങനെ അടിച്ചു വാരി വൃത്തിയാക്കുന്നതിനൊക്കെയാണ് സംസ്കൃതത്തിൽ മാർജനം എന്ന് പറയും. അങ്ങനെ ചൂലൊക്കെ എടുത്ത് അടിച്ചു വാരുമ്പോഴും അവിടെയൊക്കെ തുടയ്ക്കുന്ന സമയത്തും പാത്രങ്ങൾ കഴുകുമ്പോഴും ഇങ്ങനെ എല്ലാ സമയത്തും ആ ഗോപികമാര് ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ടാണ് എപ്പോഴും അവരുടെ ജീവിതത്തിലെ നിത്യവ്യാപാരങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇത്രയേറെ ഭാഗ്യശാലികളായ ഭാഗ്യവതികളായ ആ ഗോപികമാരെ പറ്റി ഞങ്ങൾക്ക് എന്താണ് പറയേണ്ടത് എന്ന് അറിയില്ല. ഇതായിരുന്നു ഈ മധുരാപുരിയിലുണ്ടായിരുന്ന എത്രയോ സ്ത്രീകൾ അമ്പാടിയിൽ താമസിച്ചിരുന്ന ഗോപികമാരുടെ മഹത്വത്തെ പറ്റിയും ആ ഗോപികമാരുടെ മുഴുവനും കണ്ണിലുണ്ടയായി ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏകദേശം 11 വർഷത്തോളം അവിടെ വൃന്ദാവനത്തിൽ താമസിച്ചിരുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റിയുമാണ് ഏവം പ്രഭാഷമാണാസു സ്ത്രീഷു യോഗേശ്വരോ ഹരി. എല്ലാ സ്ത്രീകളും അവിടുന്ന് പ്രഭാഷണം ചെയ്തത്. ഈ പ്രഭാഷണം കേട്ടുകൊണ്ടാണ് ഭഗവാൻ എന്ത് ചെയ്തത്? ആ ശത്രുവായിരിക്കുന്ന അദ്ദേഹത്തെ, തൻ്റെ മുന്നിൽ തന്നോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ചാണൂരിനെ ഭഗവാൻ അടിച്ചു കൊന്നു. പിന്നീട് ബലരാമൻ മുഷ്ടിലനെ കൊന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഭഗവാൻ നോക്കിയപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് മുകളിലേക്ക് നോക്കണം. മധുരാപുരിയിൽ എത്തിയപ്പോഴും ഭഗവാൻ മറന്നില്ല. ഒന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഇരിക്കേണ്ട ആള് അഹര് എത്രയോ മുകളിൽ പേടിച്ച് ഇരിക്കുകയാണ് അമ്മാവൻ. അമ്മ പറഞ്ഞത് എത്ര നന്നായി, ഉണ്ണി ഇടയ്ക്കൊന്ന് മുകളിലേക്ക് നോക്കണം എന്ന് പറഞ്ഞ ആ ഉപദേശം മധുരയിൽ എത്തിയപ്പോൾ ഭഗവാൻ നോക്കി. നേരെ മുകളിലേക്ക് നോക്കിയപ്പോൾ ആരെ കണ്ടു? അമ്മാവൻ അവിടെ അങ്ങനെ പേടിച്ചിരിക്കുക. താഴെ നിന്ന് ഭഗവാൻ ലഹിമ എന്ന് പറയുന്ന സിദ്ധി ഉപയോഗിച്ച് പറന്ന് എത്രയോ മുകളിലിരിക്കുന്ന അമ്മാവൻ്റെ അടുത്തെത്തി. പിന്നെ പിടിച്ചു വലിച്ച് ആ കംസനെ താഴേക്ക് തള്ളിയിട്ടു. ഭഗവാൻ പിന്നാലെ താഴേക്ക് പറന്ന് വീണു. അങ്ങനെ കംസന്റെ മാറിടത്തിൽ ഭഗവാൻ വന്നിരുന്നു. പിന്നെ ആകെ ഒരു ഇത്തിരി നേരം മാത്രം ആ കംസൻ ഭഗവാനെ കണ്ടുകൊണ്ടാണ് അവസാനത്തെ ശ്വാസം വലിച്ചത്. ഈ കംസവധത്തിന് വേണ്ടിയായിരുന്നു ഭഗവാൻ വാസ്തവത്തിൽ ഭൂമിയിൽ വന്ന് അവതരിച്ചത്. അങ്ങനെ മധുരാപുരിയിൽ വന്ന് ഭഗവാൻ ആ കംസവധം കഴിഞ്ഞതോടുകൂടി പിന്നെ ആ മധുരയിൽ ഏറ്റവും നല്ല ഒരു ഭരണമാണ് പിന്നീട് ഉണ്ടായിരുന്നത്. ഉഗ്രസേനനാണ് ഭഗവാൻ അവിടുത്തെ രാജാവായിട്ട് വാഴിച്ചത്. ഉദ്ധവനെ അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് വാഴിച്ചു. കംസനെ പേടിച്ച്
ദൂരേക്ക് പോയിരുന്ന ആൾക്കാരെ മുഴുവൻ ഭഗവാൻ മധുരയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഇപ്പോൾ ഭഗവാൻ മധുരയിൽ വളരെ സുഖമായിട്ട് അങ്ങനെ താമസിക്കുകയാണ്. മധുരാവാസികളും ഇപ്പോൾ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് താമസിക്കുന്നു. ഇത്രയും കഥകളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇനി നമുക്കൊരു ഇത്തിരി നേരം കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കഥകളൊക്കെ കേൾക്കാം. പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ താമസമില്ലാതെ നമ്മൾ കാത്തിരിക്കുന്ന ഭഗവാന്റെ രുക്മിണി കല്യാണം മുതലായ കഥകളൊക്കെയായി അതുവരെയുള്ള കഥകളാണ് നമുക്കൊന്ന് അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. कॉफी एंड हुआ है।